ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി ഒരു സ്പെഷ്യൽ ഇഡ്ഡലി ഉണ്ടാക്കിയാലോ? ഡ്രാഗൺ ഇഡ്ഡലി. പേര് കേട്ട് ആരും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇഡ്ഡലിക്ക് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടാണ് ഡ്രാഗൺ ഇഡ്ഡലി എന്ന് പേര് കൊടുത്തത്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാലോ? അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് സോക്ക് ചെയ്ത് വെച്ച ഉഴുന്നും പച്ചരിയും ചോറും ഉപ്പ് വെള്ളം ഇവ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ച ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. അതുപോലെ എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടച്ചു വെക്കണം. തണുപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് പെട്ടെന്ന് ബാറ്റർ പൊങ്ങി വരില്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് അത് ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് ചെറിയ പീസാക്കിയിട്ട് വെള്ളം ചേർക്കാതെ അരക്കണം. അത് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം. ഇത് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ അധികം ലൂസായി പോകാതിരിക്കാനാണ് പതുക്കെ മിക്സ് ചെയ്യുന്നത്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവസാനം ഇങ്ങനെയായിരുന്നു അതിൻ്റെ ടെക്സ്ചർ ഉണ്ടാവുന്നത്. ഞാൻ ഒരു ഇഡ്ഡലി തട്ടിൽ നോർമൽ ഇഡ്ഡലിയും പിന്നീട് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ബാറ്റർ കളർ ചേഞ്ച് ഒന്ന് നോക്കണം കേട്ടോ. ഇത് വെന്ത് കഴിഞ്ഞാൽ ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഡ്രാഗൺ ഇഡ്ഡലി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ഇഡ്ഡലി നല്ല സോഫ്റ്റാണ്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.